വടകരയിലെ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് ശേഷവും ആളിക്കത്തുകയാണ്. എന്താണ് ഈ പ്രചരണങ്ങളുടെ എല്ലാം തന്നെ ആധാരമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പരസ്പരമുള്ള പഴിചാരലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർഗീയ പരാമർശം ഒടുവിൽ കാഫിർ വിളിയിലെത്തി നിൽക്കുമ്പോൾ വടകരയുടെ മണ്ണിൽ എന്തിന് വർഗീയതയുടെ വിഷം കലർത്തിയെന്ന ചോദ്യം മാത്രം ശേഷിക്കുകയാണ്. വർഗീയ വിഷയത്തിന്റെ തുടക്കവും ഒടുക്കവും എവിടെ? കേവലം അധികാരത്തിന് വേണ്ടി മാത്രമോ സ്ഥാനാർത്ഥികളുടെ മൗനം? ശൈലജ ടീച്ചർ എന്ന ടീച്ചറമ്മയെ ബീഡിയമ്മ എന്ന് ആക്ഷേപിച്ച സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ ഈ വിദ്വേഷമാണ് വർഗീയ വെല്ലുവിളിയിൽ എത്തി നിൽക്കുന്നത്. സൈബർ ആക്രമണത്തിന് പുറകിൽ മുസ്ലിം നേതാവെന്ന് തെളിഞ്ഞു. പിന്നീട് ടീച്ചർ പറഞ്ഞ വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാ എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. ബോംബമ്മ, കോവിഡ് റാണി, നിപ്പ റാണി എന്നീ ആക്ഷേപങ്ങൾ പോരാഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വർഗീയത കലർന്ന ആക്രമണമെന്നതും ഓർക്കണം. ഒടുവിൽ ഷാഫി പറമ്പിലിനെ കാഫിർ എന്ന് വിളിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. അതിന്റെ പുറകിൽ CPM ആണെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. CPM ലീഗോ കോൺഗ്രസോ ആവട്ടെ, ഇത്തരം നീക്കങ്ങൾ ഭൂഷണമല്ലല്ലോ. എന്തു പറഞ്ഞാണ് ഈ നീക്കങ്ങളെ ന്യായീകരിക്കുക? ഇത്രയും വർഗീയ കോലാഹലങ്ങൾ നടന്നിട്ട് ന്യായീകരിച്ചിട്ടോ പ്രചരണം നടത്തിയിട്ടോ എന്ത് കാര്യം? കോൺഗ്രസ് ഇപ്പോൾ പ്രചരണം നടത്തുന്നതിന് പുറകിലെ യുക്തി എന്താണ്? വടകരയിൽ ഇപ്പോൾ നടക്കുന്ന വർഗീയതയ്ക്കെതിരെ പ്രചരണം നടത്തുമെന്ന് UDF തീരുമാനം പരിഹാസ്യമാണ് എന്നാണ് LDF കൺവീനർ EP ജയരാജൻ വിമർശിക്കുന്നത്. തിരിച്ചടി ഭയന്നുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണ് ഇതെന്നും മണ്ഡലത്തിൽ ഉടനീളം UDF നടത്തിയ കടുത്ത വർഗീയ പ്രചരണങ്ങൾക്കെതിരെ ഉയർന്ന ജനവികാരത്തിൽ നിന്നും ഒളിച്ചോടാൻ കൂടിയാണ് ഈ ശ്രമമെന്നും EP കുറ്റപ്പെടുത്തുകയാണ്. കേവലം 4 വോട്ടിന് വേണ്ടി ജനമനസ്സുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാം കഴിഞ്ഞ ശേഷം ഒളിച്ചോട്ടം നടത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ സത്യസന്ധതയില്ലാത്ത നിലപാടാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ EP ജയരാജൻ വിമർശിക്കുന്നുണ്ട്. വടകരയിൽ വർഗീയതയ്ക്കെതിരെ പ്രചരണം നടത്തുമെന്ന UDF നിർവാഹക സമിതി തീരുമാനം പരിഹാസ്യമാണ്. തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന തിരിച്ചടി ഭയന്നുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമല്ലേത്? മണ്ഡലത്തിലുടനീളം UDF നടത്തിയ കടുത്ത വർഗീയ പ്രചരണങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ജനവികാരത്തിൽ നിന്നും ഒളിച്ചോടാൻ കൂടിയാണ് ഇത്. മണ്ഡലത്തിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുന്നുവെന്ന് വ്യക്തമായപ്പോഴാണ് UDF പച്ചയായ വർഗീയ കാർഡിറക്കിയത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ പിൻബലത്തോടെ നടത്തിയ ഈ പ്രചരണം കോൺഗ്രസിനകത്തുള്ള വലിയ വിഭാഗം മതനിരപേക്ഷ ജനാധിപത്യവാദികളിൽ ഉൾപ്പെടെ കടുത്ത ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം ലീഗ് അണികളിൽ പോലും അമർഷമുണ്ടായി. മറ്റ് 19 മണ്ഡലങ്ങളിലും പോകാതെ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും മണ്ഡലത്തിൽ ഓളമുണ്ടാക്കാൻ നോക്കി. ഇതെല്ലാം പുറമെ കെട്ടുകാഴ്ചകളായതല്ലാതെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല. മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളൊന്നാകെ LDFന് പിന്നിൽ അണിനിരന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് കാലിനടിയിലെ അവശേഷിക്കുന്ന മണ്ണുകൂടി ഒലിച്ചു പോകാതിരിക്കാൻ ഇത്തരം നാണംകെട്ട പ്രചരണങ്ങൾക്കിറങ്ങുന്നത്. കേവലം 4 വോട്ടിന് ജനമനസ്സുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാം കഴിഞ്ഞ ശേഷം ഒളിച്ചോട്ടം നടത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ സത്യസന്ധതയില്ലാത്ത നിലപാടാണ്. കോൺഗ്രസിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ തങ്ങൾക്ക് പറ്റിയ ഈ രാഷ്ട്രീയ അപജയം തിരുത്തിക്കൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. വടകര ഉൾപ്പെടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും LDF വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. എല്ലാ സീറ്റിലും ജയിക്കുമെന്ന കോൺഗ്രസ് അവകാശവാദം പൊള്ളയുമാണ്. ശാസ്ത്രീയമായ ഒരു പരിശോധനയുമില്ലാതെ നടത്തുന്ന ഇത്തരം വിലയിരുത്തലുകൾക്ക് ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കില്ല എന്നും EP ജയരാജൻ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. EP ജയരാജന്റെ വാക്കുകളിൽ പ്രതിസ്ഥാനത്ത് UDF ആണ്. എന്നാൽ ഇരു കൂട്ടർക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതും ഇരു മുന്നണികളും ഓർക്കേണ്ടതുമാണ്. എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തുടങ്ങിയ ഈ പ്രചരണം പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആഴവും വ്യാപ്തിയും ഏറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ വലിയ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.